എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ 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 പ്രധാനമായ ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതബോധന പഠനത്തിൽ വിശ്വാസ സത്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധന അധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്നും വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെയധികം മുന്നേറേണ്ട ഒരു ഭാഗമാണിത്, വിശ്വാസ സത്യങ്ങൾ. പ്രത്യേകിച്ച് ഒരുപാട് യുക്തിവാദികളും നമ്മളിൽ തന്നെയുള്ള ഒരു യുക്തി ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസ സത്യങ്ങൾ നമ്മുടെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതൊന്നല്ല എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. നമ്മൾ പ്രത്യേകിച്ച് അല്പം റിപ്പീറ്റേഷൻ പറയുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടെത്തിയ റോമാക്കാർക്കെതിരെ ലേഖനത്തിൻ്റെ ആദ്യവും അവസാനവും പറയുന്ന കാര്യം വിശ്വാസത്തിൻ്റെ വിധേയത്വം. റോമർ 1-ാം അധ്യായത്തിൽ 3 മുതലുള്ള വചനം, ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്താണ്? അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾക്കുണ്ടാകേണ്ട, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൽ 1-2 കാര്യം പ്രധാനമായിട്ട് ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി. അപ്പം ആ ജഡപ്രകാരമുള്ള ശരീരത്തോടെ ഈ ഭൂമിയിൽ ഈശോ ജീവിച്ചു. എന്നാൽ ആ ജഡം മരിച്ചു. ആ ജഡം പ്രകാരമുള്ള ശരീരം മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ഇനി മരിക്കാത്ത ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനാണ്. ഇനി മരിക്കാത്ത ഒരു ശരീരവുമായിട്ട് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ അവസാനം, റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ അവസാനം, എൻ്റെ സുവിശേഷമനുസരിച്ചും, അതായത് പൗലോസ് അപ്പസ്തോലൻ പ്രഖ്യാപിക്കുന്ന ആ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും. അതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് വലിയ വിസ്മയനീയമായ രഹസ്യങ്ങളാണത്. അത് പെട്ടെന്ന് നമ്മളങ്ങ് പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല, മനസ്സിലാകില്ല. മനസ്സിലാകാണെങ്കിൽ പിന്നെ അത് രഹസ്യമാണോ? 1 1 2 എന്ന് പറയണതിൽ എന്താ രഹസ്യം ഇരിക്കണേ? എന്നാൽ 1 1 വലിയൊരൊന്നാണ്. 1 1 കൂടി ചേർന്നാലും 1 തന്നെയാണോ? അതെ. മാത്രമല്ല ഒന്നും കൂടി ചേർന്നാലും
ഒന്ന് തന്നെയാണ്. അതെങ്ങനെയാ? അപ്പോഴാണ് രഹസ്യമാകുന്നത്. അങ്ങനെ രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവിക സത്യങ്ങൾ രഹസ്യങ്ങളാണ്, വിസ്മയാവഹമാണ്. രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ച് നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവരാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് അടുത്തതാണ്. വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശു ക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഞാനിതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ വലിയ ആശയങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉദിക്കുകയാണ്. ഇപ്പം നമ്മളതിനെ വിവരിക്കുന്നില്ല, എങ്കിലും എപ്പോഴെങ്കിലും ഇരുന്ന് ധ്യാനിക്കണം ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ രഹസ്യങ്ങൾ പഠിക്കണം. പരിശുദ്ധാത്മാവിത് നമുക്കിങ്ങനെ വെളിപ്പെടുത്തി തരും എന്നെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരാശയം ഇങ്ങനെ തുറക്കുകയാണ്. സർവജ്ഞനായ ഉണ്ടോ? ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് വരുന്നത് കുർബാനയിലെ പ്രാർത്ഥനയാണ്. സർവജ്ഞനായ ദൈവം, സർവജ്ഞനായ ഭരണകർത്താവ്. അപ്പോൾ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ പഠിച്ചു വരുന്നത് ഒന്നുകൂടി ചിന്തിക്കുകയാണ്. ആ ഭാഗം തന്നെ 88 തന്നെ. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഈ പ്രബോധന അധികാരം സഭ ഏറ്റവും പൂർണ്ണമായി വിനിയോഗിക്കുന്നത് അതാണ്. ആ പ്രബോധന അധികാരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. ആ പരിശുദ്ധാത്മ വരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വിശ്വാസ സത്യങ്ങൾ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലുമാണ്. പ്രഖ്യാപിക്കുമ്പോഴാണത്. വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. അതായത് ഇനിയാണ് ക്രൈസ്തവ ജനത്തിൽ നിന്നും വിശ്വാസത്തോടുള്ള ഒരു നിരൂപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ ദൈവാവിഷ്കൃത സത്യങ്ങൾ ദൈവാവിഷ്കൃത സത്യങ്ങൾ ട്രൂത്ത് കണ്ടെയ്ൻഡ് ഇൻ ഡിവൈൻ റെവലേഷൻ. ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനുദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ആഘോഷിക്കുന്ന ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, മാതാവിൻ്റെ അമലോത്ഭവം എവിടെയാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ? മാതാവ് അമലോത്ഭവയാണെന്ന്. അപ്പം എന്നാൽ ബൈബിളിൽ നിന്ന് എല്ലാ വിശ്വാസ സത്യങ്ങളും ഈ പ്രബോധന അധികാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ആ പ്രബോധന അധികാരം മുഴുവനും കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ലിഖിതവും അലിഖിതവുമായ വിശുദ്ധ വചനങ്ങളിൽ നിന്നാണ്. ലിഖിതമായിട്ടുള്ളതും ലിഖിതമല്ലാതെയുമുള്ളത്. ഇവിടെയും മാതാവിനെ കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഒരു ഭാഗം നമുക്കെടുക്കാം. 458. ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവനൊരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. ഇതിനു വേണ്ടി തൻ്റെ പുത്രനെ അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള യഹൂദ യുവതിയെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളുടെ വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഒരു കന്യകയെ
ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യാവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. അങ്ങനെ ഒരു സ്ത്രീ മരണത്തിന് പങ്കുവഹിച്ചതുപോലെ ഒരു സ്ത്രീ ജീവനും പങ്കുവഹിക്കണം. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ അമലോത്ഭവം 490 കറക്റ്റ്. രക്ഷകന്റെ മാതാവ് ആയിത്തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. 132 ലൂമൻ ജൻഷ്യം. അപ്പം ആ സ്ഥാനത്തിന് അനുഗുണം മംഗളവാർത്ത അറിയിക്കുന്ന നിമിഷത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളേ എന്നാണ്. വാസ്തവത്തിൽ തൻ്റെ വിളിയെക്കുറിച്ച് കന്യാമറിയത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ സ്വതന്ത്ര സമ്മതം നൽകാൻ കഴിയുന്നതിന് അവൾ ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു. ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവൾ ആണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി. 134 വിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പ 1854 പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന വിശ്വാസ സത്യം ഏറ്റുപറയുന്നത് ഇതാണ്. താഴെ പറയുന്നു: അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉദ്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു. അതാണ് ആ ഡോഗ്മ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താണ് വിശ്വാസ സത്യം എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ മനസ്സിലാക്കാൻ കൂടിയാണ്. എന്താണ് വിശ്വാസ സത്യം? നമ്മുടെ ബുദ്ധിക്ക് അതീതമാണത്. എന്നാൽ സഭയുടെ ബുദ്ധി ദൈവം നൽകുന്ന സഭയ്ക്കുള്ള ആ അറിവ് അത് പ്രഖ്യാപിക്കുകയാണ്. ദൈവത്താൽ 491 നമ്പർ 491 ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ടു മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ ബോധവതിയായി. പിയൂസ് 9 മാർപ്പാപ്പ കണ്ടോ, ആ വിശ്വാസ സത്യങ്ങളുടെ റെഫറൻസാണ് 1854 പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന വിശ്വാസ സത്യം ഏറ്റുപറയുന്നത് ഇതാണ്: അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉദ്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു. ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. അതാണ് മറ്റൊരു രഹസ്യം. ക്രിസ്തുവില്ലാതെ രക്ഷയില്ല. ക്രിസ്തുവിൽ നിന്നാണ്. എങ്ങനെ? സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തിയെക്കാളും അധികമായി മറിയത്തെ പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ആശീർവദിച്ചു.
തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പൗരസ്ത്യ സഭാപിതാക്കന്മാർ മറിയത്തെ സർവവിശുദ്ധ പനാഗിയ എന്ന് വിളിക്കുന്നു. കൂടാതെ പാപസ്പർശമേൽക്കാത്തവൾ, പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകവിധം രൂപപ്പെടുത്തിയാൽ എന്ന വണ്ണം തികച്ചും നൂതന സൃഷ്ടിയായവൾ എന്നിങ്ങനെ മറിയത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയാൽ മറിയം തൻ്റെ ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതെല്ലാം എനിക്കിങ്ങനെ പറയാൻ തോന്നിയത് എന്താണ് ഈ വിശ്വാസ സത്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. വിശ്വാസ സത്യങ്ങൾ എന്താണ്? പലർക്കും, പ്രത്യേകിച്ച് മാതാവിനെക്കുറിച്ച്, നമ്മളിപ്പോൾ ആരെ കുറ്റം പറയുകയല്ല, ഈ വിശ്വാസ സത്യങ്ങൾ വിശ്വാസികളായ കത്തോലിക്കർക്ക് നിരൂപാധിക വിധേയത്വത്തോടെ അറിവുണ്ടായിരുന്നുവെങ്കിൽ മാതാവിനെക്കുറിച്ച് പല മറ്റ് ആളുകൾ വന്ന് തെറ്റായ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കത്തോലിക്ക സഭ വിട്ട് അവരിൽ ഇതിൻ്റെ പേരിൽ പോകുമാരെങ്കിലും. അപ്പം എന്തുകൊണ്ടാണ് മറ്റ് സഭകളിലേക്ക് കത്തോലിക്കരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒന്ന് രണ്ട് പ്രധാന റൂട്ടുകൾ ഇതാണ്. മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ അറിയാത്തത് കൊണ്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ അറിയാത്തത് കൊണ്ടും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഏത് പ്രൊട്ടസ്റ്റൻ്റുകാർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ആദ്യം പറയണത് ഈ രണ്ട് കാര്യമാണ്. എന്നിട്ട് അവരവരുടെ സിദ്ധാന്തം പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അത് ശരിയാണല്ലോ, എന്തുകൊണ്ടാ അത് ശരിയാണല്ലോ എന്ന് പെട്ടെന്ന് പറയണത്? ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടല്ലേ. പോയിന്റ്. അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾ അറിയേണ്ടത് ഒരു വിശ്വാസിയുടെ എന്താ പറയുക, വിശ്വാസിയുടെ പ്രാഥമികമായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മളിനി ഈ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പ്രകാശമാണ്. അതാണ് ഇവിടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. 89 നമുക്ക് പോകാം. അതിൽ പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതവും വിശ്വാസ സത്യങ്ങളും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധമുണ്ട്. നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് അവർ. വിശ്വാസ സത്യങ്ങൾ നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. അവ ഈ പാതയിൽ പ്രകാശം ചൊരിയുകയും ഇതിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മറിച്ച് നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠമാണെങ്കിൽ, നമ്മൾ ആത്മീയമായിട്ടാണെങ്കിൽ, വിശ്വാസ സത്യങ്ങളുടെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കും. അപ്പോൾ നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കണം. അപ്പോൾ ഇവിടെയാണ് ജ്ഞാനത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നമുക്കാർക്കും സംശയമില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് മാതാവിൻ്റെ അമലോത്ഭവവും. എന്നാൽ അതേസമയം നമ്മൾ അതിനെ ഒരു അതിപ്രസരണത്തിലേക്ക് നീങ്ങരുത്. കണ്ടോ, ഇവിടെ പറയുന്നൊരു കാര്യം 492 ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ മുതൽ അതുല്യ
വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതമായ കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലാതെ മാതാവില്ല. അപ്പോൾ മാതാവിന് ഇതെല്ലാം ലഭിച്ചതാണ്. വിശുദ്ധനാകാൻ പോകുന്ന ഫുൾട്ടൻഷീൻ്റെ പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഫുൾട്ടൻഷീൻ പറയുന്നത് ഈശോ സൂര്യനാണെങ്കിൽ ആ സൂര്യൻ്റെ പ്രഭയിൽ നിന്ന് പ്രതിബിംബിക്കുന്ന ചന്ദ്രനാണ് പരിശുദ്ധ അമ്മ. അതാണ് ഫുൾട്ടൻഷീൻ പറയുന്ന. വളരെ എളുപ്പം മനസ്സിലായി കണ്ടോ. അതാണ് ഇവിടെ പറയുന്നത്. കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തിയെക്കാളും അധികമായി മറിയത്തെ പിതാവ് ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹം കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ പിതാവിൻ്റെ പുത്രിയും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ബാവാ തമ്പൂരാൻ്റെ ഓമനപുത്രി, പുത്രൻ തമ്പൂരാൻ്റെ നിർമ്മല മാതാവ്, റൂഹാ തമ്പൂരാൻ്റെ നിർമ്മല മണവാട്ടി, പരിശുദ്ധ ത്രിത്വത്തിൻ ആലയവേദ. ഏതാണ്ട് ആ ആശയമാണ്. അപ്പം ഈ വിശ്വാസ സത്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കുന്ന ചില വിശ്വാസ സത്യങ്ങളെ ഓവറായിട്ട് ചിന്തിക്കരുത്. അതിൻ്റെ ആ യഥാർത്ഥ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും തീർച്ചയായിട്ടും മാതാവിനെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ ഈ ആശയം വിട്ടുപോകരുത്. മാതാവിൻ്റെ ഈ അമലോത്ഭവ വിശുദ്ധിയും കൃപാവരവും മുഴുവനും യേശു ക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളത് വിട്ടുപോകരുത്. അതാണ് വിശ്വാസ സത്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യം നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിലുപരിയായിട്ട് അങ്ങ് ചിന്തിക്കും. നമ്മൾ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. മാതാവില്ലെങ്കിൽ പിന്നെ ഈശോ ഉണ്ടാവുമോ എന്ന് വരെ വേണമെങ്കിൽ ചിന്തിക്കാം. മനസ്സിലായോ? ഒരമ്മ ഇല്ലെങ്കിൽ മകനുണ്ടാവുമോ അങ്ങനെയും ചിന്തിക്കാം. എന്നാൽ ഈ മകൻ ആരാണ്? ഈ മകൻ ദൈവം തന്നെയാണ്. ഈ മകൻ്റെ രക്ഷാകര യോഗ്യതകൾ പീഡാസഹനം, മരണം, പുനരുത്ഥാനത്തിൽ സംഭവിച്ച ആ യോഗ്യതകൾ പിന്നോട്ട് പോയിട്ടാണ് മാതാവിന് അനുഗ്രഹമാകുന്നത്. കാരണം ഉത്ഥാനം എന്നത് ആ ഉത്ഥിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ യോഗ്യതകളെല്ലാം ആൽഫായും ഒമേഗായുമാണ്. കാരണം ഈശോ ആൽഫായും ഒമേഗായുമാണ്. മറ്റൊരു സ്ഥലത്ത് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്താണ് അമലോത്ഭവത്തിൽ സംഭവിച്ചത്? അമലോത്ഭവത്തിൽ സംഭവിച്ചത് ഈ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും ഉയർപ്പിലൂടെയും ലഭ്യമായ ആ രക്ഷാകര കൃപാവരം പിന്നോട്ട് പോയി തൻ്റെ അമ്മയിൽ പ്രവർത്തിച്ചു. തൻ്റെ അമ്മ ഗർഭിണി, അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവളിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിവിടെ ഒരുപക്ഷെ 400 അപ്പോൾ അത് നമ്മളിതിനെ പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി മറ്റൊരു ഡോഗ്മ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ പോവുകയാണ്. മറ്റൊരു ഡോഗ്മ 469. തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ്. ഇതാണ് വളരെയധികം കൺഫ്യൂഷൻ ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ നമ്മൾ വിശ്വാസ സത്യങ്ങളിലൂടെ മനസ്സിലാക്കണം. യഥാർത്ഥ
ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡോഗ്മകളുണ്ട്. 470 പറയുകയാണ്, 470 CCC 470. 469 സഹോദരൻ ഈശോ മിശിഹ ശരീരത്തിൽ ദാവീദിൻ്റെ അബ്രാഹത്തിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രനായി ജനിച്ച മനുഷ്യ വ്യക്തിയായിട്ടാണ്. അതേസമയം ഈശോ ദൈവവുമാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കാം. എന്നാൽ വിശ്വാസ സത്യങ്ങളെ അനുസരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനുമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അതെങ്ങനെയാണത്? അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം അതങ്ങ് സമ്മതിക്കണം. അതേ കർത്താവേ, ഈ രഹസ്യം ഞാൻ സ്വീകരിക്കുന്നു. അതാണ് മനുഷ്യാവതാരമെന്ന രഹസ്യാത്മക യോജിപ്പിൽ, മിസ്റ്റീരിയസ് യൂണിയൻ. അവിടുത്തെ മനുഷ്യപ്രകൃതി വിലയിപ്പിക്കപ്പെടുകയല്ല, ആദാനം ചെയ്യപ്പെടുകയാണുണ്ടായത്. ഈ സത്യം ഗ്രഹിച്ച സഭ നൂറ്റാണ്ടുകളിലൂടെ ക്രിസ്തുവിൻ്റെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളോട് കൂടിയ മനുഷ്യാത്മാവിൻ്റെ പൂർണ്ണ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അവിടുത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചും വിശദ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രേരിതയായി. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ദൈവിക വ്യക്തി ആദാനം ചെയ്ത മനുഷ്യപ്രകൃതി ആ ദൈവിക വ്യക്തിയുടെ സ്വന്തമാണെന്നും സഭയ്ക്ക് അനുസ്മരിപ്പിക്കേണ്ടി വന്നു. ഈ മനുഷ്യപ്രകൃതിയിൽ ക്രിസ്തു എന്തായിരിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം ത്രിത്വത്തിലെ ഒരുവനിൽ നിന്നുള്ളവനാണ്. തന്മൂലം ദൈവപുത്രൻ ത്രിത്വത്തിലെ തൻ്റെ അസ്തിത്വത്തിൻ്റെ വൈയക്തിക സ്വഭാവം തൻ്റെ മനുഷ്യപ്രകൃതിക്ക് പ്രദാനം ചെയ്യുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിലും ആത്മാവിലും ത്രിത്വത്തിൻ്റെ ദൈവിക രീതികൾ മാനുഷിക രീതിയിൽ പ്രകടമാക്കുന്നു. ദൈവപുത്രൻ മാനുഷിക കരങ്ങൾ കൊണ്ട് ജോലി ചെയ്തു, മാനുഷിക മനസ്സ് ഉപയോഗിച്ച് ചിന്തിച്ചു, മാനുഷികേച്ഛയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചു, മാനുഷിക ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. കന്യാമറിയത്തിൽ നിന്ന് പിറന്ന അവിടുന്ന് വാസ്തവത്തിൽ നമ്മിൽ ഒരാളായി തീർന്നു. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെ പോലെയായി. അപ്പോൾ ഇതെല്ലാം വിശ്വാസ സത്യങ്ങളാണ്. അപ്പോൾ വിശ്വാസ സത്യങ്ങൾ നമ്മൾ നിരുപാധിക വിധേയത്തോടെ സ്വീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരെണ്ണം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സ് 475 6ാം സാർവത്രിക സൂനകദോസിൽ സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു. കേട്ടോ, അതാണ് വിശ്വാസ സത്യം. സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു. എന്താണ്? ക്രിസ്തുവിനെ ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും. അതാലോചിച്ച് നോക്കി. ക്രിസ്തുവിന് 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്. അവ അന്യോന്യ വിരുദ്ധങ്ങളല്ലെന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവയുമാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒത്ത് തൻ്റെ ദൈവീക പ്രകൃതിയിൽ എന്തെല്ലാം നിശ്ചയിച്ചുവോ അതെല്ലാം അവിടുന്ന് പിതാവിന് വിധേയനായി പ്രവർത്തിച്ചുകൊണ്ട് മാനുഷികമായും നിശ്ചയിച്ചു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവശക്തമായ ദൈവിക മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പ്രത്യുത അതിന് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ പിന്നീട്
ക്ലാസ് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും 475 എടുത്ത് വെച്ച് ശരിക്കും ഒന്ന് പഠിക്കണം. കാരണം ഇത് തന്നെയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മിൽ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. എന്നാൽ നമ്മളിലുള്ള മാനുഷിക മനസ്സ്, നമ്മളിലുള്ള മനുഷ്യ പ്രകൃതി ഈ ദൈവപ്രകൃതിയോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് അനുസരണമുള്ളവനാകുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെടുന്നു, നമ്മുടെ മനസ്സ് വിസ്മരണീയതയിലേക്ക് ഉയർത്തുന്നു. നമ്മുടെ മനസ്സിൻ്റെ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളെ എല്ലാം അതിൽ നിന്ന് വിടുവിക്കണം. അതാണ്, നമ്മൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് ഉയരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കൊളോസോസ് 3-ാം അധ്യായത്തിൽ, നിങ്ങൾ ഇനി ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്, ക്രിസ്തു വസിക്കുന്ന സ്വർഗത്തിലെ ഉന്നതമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം എന്നെല്ലാം പറയണത്. അപ്പോൾ അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വായിക്കുമ്പോഴാണ് ഷേടാ, ക്രിസ്തുവിന് 2 മനസ്സുണ്ടായിരുന്നു. അപ്പോഴാണ് ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളെയും നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ വന്നു. ഈശോവിനറിയാം ലാസർ മരിക്കാനുള്ള കാരണം തന്നെ. ഈശോ അത് മനഃപൂർവ്വം തൻ്റെ ഉറ്റ സുഹൃത്തായ സ്നേഹിതനായ അവനിലൂടെ ഉത്ഥാനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കിക്കാനാണ്. എന്താണ് ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നൊക്കെ ഉള്ളത്. ഈ പെങ്ങന്മാർ കരയുകയാണ്. ലാസറിൻ്റെ കരയുമ്പോൾ ഈശോ അവരോടൊപ്പം കരയണം. കണ്ടോ, അവൻ അവരോടൊപ്പം കണ്ണുനീർ പൊഴിച്ചു. എന്തുകൊണ്ടാണ്? അത് ഈശോയുടെ മനുഷ്യപ്രകൃതിയാണ്. ആ മനുഷ്യപ്രകൃതിയിൽ മനുഷ്യരോടൊപ്പം കരയുന്നു. അങ്ങനെ വളരെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. ഈ സർവാധിപനായ ദൈവം കരയേണ്ടത് ആവശ്യം അവിടെ ഈശോയുടെ മനുഷ്യപ്രകൃതിയാണ്. അങ്ങനെ കണ്ണുനീർ മൊഴിക്കുന്നു. പിന്നെ നമുക്ക് കാണാം ഈശോ ദീർഘനിശ്വാസം, അവൻ നെടുവീർപ്പിട്ട് കഴിഞ്ഞ ഉടനെ സ്വഭാവം മാറുന്നു. എവിടെയാ അവനെ അടക്കിയിരിക്കുന്നത്? ചിലപ്പോൾ അതിൻ്റെ ഒരു അല്പം കയറിയിറങ്ങിയായിരിക്കാം. എന്നിട്ട് ഈശോ ആ കല്ലറയുടെ അടുത്തേക്ക് വന്നിട്ട് ഈശോ പറയാണ്, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. അപ്പോൾ മർത്ത പറയാണ്, കർത്താവേ, ഇപ്പോൾ മരിച്ചിട്ട് 4-ാം ദിവസമായി, ശരീരം ജീർണിക്കുന്നു. അത് മർത്തായുടെ മനുഷ്യപ്രകൃതിയാണ് പറയണത്. കറക്റ്റല്ലേ? മനുഷ്യ ശരീരം ജീർണിക്കും 4-ാം ദിവസം. അപ്പോൾ ഈശോ പറയാണ്, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇപ്പോൾ ഈശോയുടെ മനുഷ്യപ്രകൃതിയിൽ നിന്നും ഈശോയുടെ ആ ദൈവപ്രകൃതിയിലേക്ക് വരികയാണ്. ഈശോ പിതാവിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. മരിച്ച് 4 ദിവസമായി, ശരീരം ചീഞ്ഞു തുടങ്ങിയ ലാസറിത നിമിഷങ്ങൾക്കകം ഈശോയുടെ ഈ ശക്തി അവനിലേക്ക് കടന്ന് അവൻ പുതിയ മനുഷ്യനായി പുറത്തു വരുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈ 2 പ്രകൃതിയെയും മനസ്സിലാക്കണം. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഈ 2 പ്രകൃതികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈശോ സാധാരണ മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ ആ മനസ്സും ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ദൈവീക മനസ്സുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ്
അപ്പം 475 ക്രിസ്തുവിൻ്റെ മാനുഷിക മനസ്സ്. ഇത് ഞാൻ പ്രത്യേകം പറയാണ്, എനിക്ക് ഇത് ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കങ്ങ് ഭയങ്കര ആവേശം കിട്ടി. ചേട്ടാ, ആ കർത്താവാണ് നമ്മളിൽ വസിക്കുന്നത്. ഏത് കർത്താവ്? 2 മനസ്സുള്ള കർത്താവ്. മാനുഷികമായിട്ടും ദൈവികമായിട്ടും ചിന്തിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഞാനിത് ഓർക്കുന്നത് 10-20 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് എന്നെ ഈ കാറ്റഗിസത്തിൽ സ്പർശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് ഉദാഹരണമായിട്ട് പറയണത്. അപ്പോൾ ഇങ്ങനെ ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ നിരുപാധികം, അതിന് എനിക്കിത് വായിച്ചിട്ട് യാതൊരു എതിരഭിപ്രായവും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഭയങ്കര ആനന്ദമായി. അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ആധ്യാത്മിക ജീവിതവും വിശ്വാസ സത്യങ്ങളും തമ്മിലും ഒരു ഘടനാത്മക ബന്ധമുണ്ട്. നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഏതാണ്ട്? നമ്മുടെ വിശ്വാസ പാതയിലെ, നമ്മൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതല്ല വിശ്വാസം. ദൈവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവിക രഹസ്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. അത് നമ്മൾക്ക് മനസ്സിലാകും. കാരണം ആ യേശു നമ്മളിലുണ്ട്, ആ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. നമ്മളതിനെതിരെ ചിന്തിക്കാതിരുന്നാൽ മതി. അത് യുക്തി കൊണ്ട് നമ്മളതിനെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. അവ ഈ പാതയിൽ പ്രകാശം ചൊരിയുകയും ഇതിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മറിച്ച് നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠമാണെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കും. അതാണ് നമ്മുടെ ആത്മീയമായ വിശുദ്ധി. നമ്മൾ വിശ്വാസത്തിൻ്റെ അനുസരണത്തിലായിരിക്കണം. വിശ്വാസത്തിൻ്റെ അനുസരണം, റോമർ 1 റോമർ 14 പറയുന്ന ആ വിശ്വാസത്തിൻ്റെ അനുസരണം. വരുവീൻ, നമ്മളിപ്പോൾ അവസാനം കേട്ടത്, എപ്പോഴും അവസാന ഭാഗത്താണ് ഭയങ്കര അഭിഷേകമുള്ള സന്ദേശം നമുക്ക് കിട്ടുന്നത്. ഈശോയുടെ മാനുഷിക ബുദ്ധിയും ദൈവിക ബുദ്ധിയും, മാനുഷിക മനസ്സും ദൈവിക മനസ്സും. അങ്ങനെ യേശുവിന് 2 മനസ്സുണ്ടെന്ന് 6ാം സാർവത്രിക സൂനകദോസിൽ നടന്ന വിശ്വാസ സത്യപ്രഖ്യാപനം. താങ്ക് യു.